ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അൽസാബ് ടോക്സ്. ഇന്ന് രാവിലെ 8 മണി ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം. ഇന്നലെ കളി നടന്നതാണ് 10 മണിക്ക്. ഉള്ള ഒരു കാര്യമില്ലാത്ത മാച്ച്, തല്ലിപ്പൊളി റണ്ണ് 159. ഈ ടോസ് ഇന്ത്യ ജയിച്ചപ്പോൾ ബാറ്റിംഗ് ആണ് ഉള്ളിൽ പേടി തന്നെയായിരുന്നു. കാരണം സീരീസ് ഇംഗ്ലണ്ടിന് കിട്ടരുത്. പക്ഷെ ബാക്കി 2 ഗെയിംസിലും ഇന്ത്യ ജയിക്കണം എന്ന് തന്നെയായിരുന്നു ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആ ആഗ്രഹം ഒന്നും ഫലമൊന്നും ഉണ്ടായില്ല തന്നെ പറയാം. കാരണം അത്രയും മോശം പ്രകടനം. അതിലവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ആളുകളിലായിരുന്നു. അതിൽ വരുൺ ചക്രവർത്തി ഹർഷത് റാണല്ലായിരുന്നു. ഹർഷത് റാണ പിന്നെയും പോട്ടെ, വരുൺ ചക്രവർത്തിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ടായി. കാരണം നല്ല വിക്കറ്റ് എടുക്കുന്ന വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെ അതിൽ നല്ല പ്രകടനം നടത്തിയ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റുകളൊക്കെ കുറച്ച് വൈഭവ് സൂര്യവംശി നന്നായി കളിക്കായിരുന്നു. അപ്പോൾ 23 സ്റ്റാർട്ടിങ് നല്ല സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ ആദ്യം തന്നെ വിക്കറ്റ് പോയി, വൈഭവ് പൊക്കി അടിച്ച് ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞ് അഭിഷേക് ഔട്ടായി. അങ്ങനെ കുറച്ച് ക്രൂഷ്യൽ വിക്കറ്റുകൾ തന്നെ പോയിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രഷർ ഗെയിമായിരുന്നു. അവസാനം വന്ന ആളാണ് മറ്റേ നമ്മുടെ ശ്രേയസ് അയ്യരും ദൂബയും. അവിടെ പ്രഷർ ഔട്ടാൻ തന്നെയാണ്. 100 100ലേക്ക് എത്തിയപ്പോഴേക്കും അങ്ങനെ 4 വിക്കറ്റ്. അങ്ങനെ 120 അങ്ങനെ അല്ല 130 5 വിക്കറ്റ്. അങ്ങനെ വിക്കറ്റ് പോകും. പക്ഷേ ശ്രേയസ് അയ്യർ കുറച്ച് നന്നായി അടിച്ച് കളിച്ചപ്പോൾ ഒരു 159 നിന്നു, അല്ല 158 നിന്നിപ്പിച്ചു. അപ്പോൾ അത്ര വലിയ സ്കോറല്ല. എന്നല്ല ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരായ കാരണം നന്നായി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ജയിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ഇംഗ്ലണ്ട് തുടങ്ങി. 13 റണ്ണിൽ തന്നെ ആദ്യം തന്നെ വിക്കറ്റ് അങ്ങോട്ട് പോയി. അത് പോയത് ബട്ട്ലറാണ് പോയത്. 13 റണ്ണിൽ അങ്ങോട്ട് പോയി. പിന്നെ അങ്ങോട്ട് പോകണില്ല. പിന്നെ ബ്രൂക്കും എല്ലാവരും വന്നിങ്ങോട്ട് ഫ്രീ ഹിറ്റും ഒക്കെ അങ്ങോട്ട് കിട്ടി. 60 ഞാൻ TV ഇങ്ങനെ കണ്ട സമയത്ത് അപ്പം തന്നെ ഞാൻ TV ഓഫ് ചെയ്തു. ഞങ്ങോട്ട് പോയി. കാണേണ്ട കാര്യമില്ല, ഒരു വെളിച്ച തല്ലിപ്പൊളി റണ്ണായിരുന്നു. അങ്ങനെ അവസാനം അങ്ങോട്ട് ജയിച്ചു 159. 7 വിക്കറ്റിനെ ഇംഗ്ലണ്ട് വിജയിച്ചു. ഒരു കാര്യം, ശനിയാഴ്ചത്തെ കളി എന്താണെന്ന് നമുക്കറിയില്ല. അത് ഇന്ത്യ ജയിച്ചാൽ നല്ലത്. ഇനിയിപ്പോൾ റോക്കോ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇനി ODIയിൽ വരികയാണ്. അതിൽ ഇംഗ്ലണ്ടിനെ അങ്ങോട്ട് തകിട് കഷ്ണാക്കും. അതിൽ നോക്കിക്കോ. ഇതിലിപ്പം ഇനി സീരീസ് ഇംഗ്ലണ്ട് കിട്ടി. പക്ഷെ നാളെയും കൂടി ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഇതായിട്ട് മനുഷ്യൻ രാവിലെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ പിന്നീട് ഒരു സന്തോഷമായി ഇന്ത്യ ജയിച്ചു. നിങ്ങൾ നോക്കുമ്പോണ്ട് ഫോണിൽ കണ്ട് പിന്നെ ഷോക്കാവുക, തോൽവുക. ഏതാണ്ട് ഇപ്പോൾ കിളി പോയത്തൊരവസ്ഥയിൽ പോയി. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിട്ടിയത്. ഗുഡ് ബൈ.